കരുണയൻ നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എൻ യേശു രാജാവേ. കരുണയൻ നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എൻ യേശു രാജാവേ. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാം പാറമേൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ചോനേ. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാം പാറമേൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ചോനേ. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. Praise the Lord. അനുദിന വചനം. Blessed are you when others revile you and persecute you and utter all kinds of evil against you falsely on my account. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-ാം തിരുവചനം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഈ നിമിഷം വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇനി പീഡിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ളതുമായ ഒരേ ഒരു സമൂഹം, അത് കർത്താവിൻ്റെ ശിഷ്യ സമൂഹമാണ്. സ്തോത്രം. എന്നാൽ ആ സഭയുടെ പ്രത്യേകത തീയിൽ കുരുത്തതാണ്, അത് വെയിലത്ത് വാടത്തില്ല. പീഡിപ്പിക്കും തോറും കർത്താവിൻ്റെ സഭയെ, കർത്താവിനെ രക്ഷകനാഥനമായി ഏറ്റ് ഹൃദയത്തിൽ സ്വീകരിച്ച് അവിടുത്തെ വചനപ്രകാരം ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ സാധ്യമല്ല. കാരണം ആ സഭയുടെ തലവൻ ഒരു മനുഷ്യനല്ല, ആ സഭയുടെ തലവൻ ദൈവമായ യേശുക്രിസ്തു തന്നെയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ശിഷ്യനാണ് എന്ന ഒറ്റ കാരണത്താൽ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ദൈവത്തിന്റെ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്നും ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 1 പത്രോസ് 4:14 ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. വേറെ ഏത് നാമം എടുത്താലും സ്തോത്രം, ഒരു കുഴപ്പമില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ അത് പലർക്കും ഇഷ്ടമുള്ള കാര്യമില്ല. സ്തോത്രം.
ആ കർത്താവിന്റെ നാമം ഉച്ചരിക്കാൻ പോലും സാധിക്കാത്ത ചില ഇടങ്ങളുണ്ട്. കാരണം പിശാചന് യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഏകനാമം കർത്താവിന്റെ നാമമാണ്. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ മകനെ, മകളെ, നീ ഭാഗ്യവതിയാണ്, നീ ഭാഗ്യവാനാണ്. സ്തോത്രം. ദൈവാത്മാവ് നമ്മളുടെ മേലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ആ ഒരു പീഡനം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവും നമ്മളോട് സംസാരിക്കുന്നത്, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഹല്ലേലൂയ. പല രാജ്യങ്ങളിലും പരസ്യമായിട്ട് യേശുവിന്റെ നാമം പറയാൻ പാടില്ല, സുവിശേഷം പറയാൻ പാടില്ല, ബൈബിൾ കൊണ്ടു നടക്കാൻ പോലും പാടില്ല. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. സ്തോത്രം. ഇനിയിപ്പോ വേറെങ്ങും ഈ ഒരു അവസ്ഥ അന്വേഷിച്ചു പോകണ്ട. സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ പീഡനങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ ആരാധന എന്താണെന്നറിയാത്ത സഹോദര സഹോദരി, നിന്റെ സ്വന്തം സഹോദരങ്ങൾ, നിന്റെ ബന്ധുമിത്രാദികൾ കർത്താവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ നിന്റെ സഹോദരങ്ങൾക്ക് സഹിക്കില്ല. അവർ കർത്താവിന്റെ നാമം നിമിത്തം നിങ്ങളെ പകയ്ക്കും. പേര് ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും പ്രവൃത്തി പിശാചിൻ്റെതാണ്. പ്രവൃത്തി ആരുടേതാണ്? പിശാചിൻ്റെതാണ്. കർത്താവിന്റെ പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:9. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. സ്തോത്രം. പ്രത്യക്ഷത്തിൽ ചിരിച്ചൊക്കെ കാണിക്കും, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പം നിങ്ങളെ കറിവേപ്പല പോലെ എടുത്ത് പുറത്തു കളയും. വൈ? ബിക്കോസ് യു ആർ എ ക്രിസ്ത്യൻ. സ്തോത്രം. ഇത് പരസ്യമായിട്ട് ചില നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വ്യക്തികൾ, യേശു ജീവിച്ചിരുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയില്ല, യേശു ദൈവമല്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്, കേരളത്തിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന സഹോദര, നീ യേശു ആരാണെന്ന് രുചിച്ചറിയണം. Who taste and see that the Lord is good. Who taste and see that the Lord is good. കർത്താവ് എത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിയണം. അറിഞ്ഞാൽ മാത്രമേ അവൻ ആരാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ, പറയാൻ പറ്റുകയുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 13:13 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവ് തന്നെയാ പറഞ്ഞേ. അതുകൊണ്ട് ഇത് അന്ത്യനാളുകളാണ്, അവസാന നാളുകളാണ്. ഇനി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുവാൻ അധികം സമയമില്ല. കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അനേകര് എന്റെ കർത്താവിലുള്ള വിശ്വാസം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ നടുവിലാ നമ്മൾ ഓരോരുത്തരും. കർത്താവ് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്കും പോണമോ? പോകാം. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ വചനം മാറ്റുകയില്ല. അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര സുഖമായിട്ടുള്ളൊരു കാര്യമല്ല, വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയോ എന്ന് ഒരു ചിന്ത വരും. ഒരിക്കലുമില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയാണ് അവിടുന്ന് സഹോദര സഹോദരി നിന്നെ പേര് ചൊല്ലി വിളിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവം നമ്മളെ കണ്ടു. അവന്റെ ആടുകളെ അവൻ വിളിച്ചു പുറത്തു കൊണ്ടുവരും. അവയ്ക്ക് മുൻപേ അവിടുന്ന് നടക്കും. സ്തോത്രം. വിശുദ്ധ പൗലോസിനോട് കർത്താവ് എന്താ പറഞ്ഞ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. വിശുദ്ധ പൗലോസ് ആരെയാ പീഡിപ്പിച്ചേ? ക്രിസ്ത്യാനികളെ, യേശുവിന്റെ ശിഷ്യന്മാരെ. ആ പൗലോസിനെ തന്നെ കർത്താവ് പിടിച്ചോ? എന്താ ചെയ്തത്? ഹല്ലേലൂയ. ആരെയാണോ പീഡിപ്പിച്ചത് അവനെ ലോകത്തോട് വിളിച്ചു പറയുവാൻ പൗലോസിനെ ദൈവത്തിന്റെ ഉപകരണമാക്കി മാറ്റുകയാണ്. എവിടെയാണ് തെളിവ്? ബൈബിളിലുണ്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9:16 എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. സഭാചരിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പീഡിപ്പിച്ച പൗലോസിനെ കർത്താവ് പിടിച്ചതിന് ശേഷം
ഈ പൗലോസ് കർത്താവിന് കൊടുക്കേണ്ടി വന്ന വില ഈ ഭൂമിയിൽ ആരും പൗലോസിന്റെ അത്രയും വരില്ല, ഇനി വരുത്തുമില്ല. സ്തോത്രം. ആ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു തിരിച്ചറിവാണ് വേണ്ടത്. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അതെ, സ്തോത്രം. ഈ വിശുദ്ധ പൗലോസ് കർത്താവിന് വേണ്ടി സഹിച്ച പീഡനങ്ങൾ, അതാണ് പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ അഡ്വർടൈസ്മെന്റ്. സുവിശേഷ പ്രഘോഷണത്തിനായിട്ടുള്ള പൗലോസിന്റെ പരസ്യ പ്രഖ്യാപനമെന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി പൗലോസ് സഹിച്ച പീഡനങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആരും സഭയുടെ അകത്ത് വരത്തില്ല, ആളൊന്നും കൂടത്തില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അത് പീഡനം ഏൽക്കാൻ വേണ്ടിയല്ല, എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാനും കൈമുതലായി കൈ പിടിക്കാനുമാണ്. സ്തോത്രം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 1 കൊരിന്ത്യർ 4:10. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഇതൊരു ഭാഗ്യ പദവിയാണ്. ഹല്ലേലൂയ. റോമർ 8:36 പറയുകയാണ്, നിന്റെ നാമനിമിത്തം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇതൊരു പദവിയാണ്, ഇതൊരു ഭാഗ്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ശിഷ്യന്മാർ സഭാചരിത്രത്തിൽ വളരെ വ്യക്തമാണ്, ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ച കാലഘട്ടങ്ങളുണ്ട്. അത് വചനത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഈ കർത്താവിനെ രക്ഷകനാഥനുമായി ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ, സ്തോത്രം, എനിക്കും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷ സത്യസുവിശേഷം പ്രഘോഷിച്ചു എന്നുള്ള കാരണത്താൽ 4 സ്ഥലത്തുനിന്ന് എനിക്കും പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കരം എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. ആ സ്വർഗീയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ പ്രതി പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ പുറകോട്ട് പോകരുത്, ഇട്ടിട്ട് ഓടിക്കളയരുത്. അന്ത്യത്തിൽ ഉറച്ചു നിൽക്കണം. അതിനുള്ള ജീവകിരീടം കർത്താവ് നമുക്ക് നൽകും. ഈ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്ന സ്വർഗീയ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അവിടുത്തെ നാമത്തെ, പുത്രന്റെ നാമത്തെ പ്രതി പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവേ, സന്തോഷത്തോടെ അത് ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ നിന്റെ മക്കളായി ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. കുടുംബത്തോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധ സാക്ഷികളായി ജീവിക്കുവാൻ പുത്തൻ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, തലമുറകളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ജീവനുള്ള ദൈവത്തെ ഏറ്റുപറയുവാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ ധൈര്യത്തോടെ നിനക്ക് വേണ്ടി നിൽക്കുവാൻ മക്കളെ സഹായിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ കർത്താവെ അങ്ങേ അറിയുന്ന ഒരു രാജ്യമായി മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധം നേരിടുന്ന ഓരോ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ഓരോ രാജ്യത്തിൻ്റെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രപ്പാ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മഹത്വത്തിൻ പൂർണ്ണനാമൻ യേശുവെ കണ്ടിടുവാൻ ആശയായി കാത്തിരിപ്പൂ മേഘരൂഢനായി വരുന്ന നാളിൽ. മഹത്വത്തിൻ പൂർണ്ണനാമൻ
യേശുവെ കണ്ടിടുവാൻ. ആശയ കാത്തിരിപ്പൂ മേഘരൂഢനായി വരുന്ന നാളിൽ അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. കരുണയിൻ നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എൻ യേശുരാജനേ.